നിങ്ങൾക്കറിയില്ലേ എങ്ങനെയാണ് നമ്മളെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാന്ന്, ഗെയിമിംഗ് വീഡിയോ എഡിറ്റ് ചെയ്യാന്ന്? അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇത് തന്നെയാണ്, എങ്ങനെയാണ് നമ്മൾ ഗെയിമിംഗ് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പിന്നെ നമ്മൾ കാര്യമായിട്ട് പിന്നെ വേറൊരു ടാസ്കും കൂടി നിങ്ങൾക്ക് തരാനുണ്ട്. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്ന ഈ കളി ആരാന്നുള്ളതൊന്ന് ഇത് പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറയുക. നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ആരെ കളിയാണ് ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഗെയിമിൻ്റെ ഇതും പറയുക. പിന്നെ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. ഞാനിപ്പോൾ കളിച്ച് കാണിച്ചിരുന്ന ഇതെന്ന് പറയുന്നത് 6 തുടങ്ങുന്നൊരു ആളെ ഗെയിം പ്ലേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ടൻറ് ആദ്യം ഒന്ന് നിങ്ങളെന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് ഓർത്ത് വെക്കുക. പിന്നെ അധികം ആരും ചെയ്യാത്ത കണ്ടൻറ് ആവാണ്ടിരിക്കാൻ നോക്കട്ടോ. പക്ഷേ നിങ്ങൾ അധികം എല്ലാവരും ചെയ്യുന്നൊരു കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ ഇടാറുണ്ട്. അതിൽ കുറേ ആൾക്കാർ തന്നെ മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ ഇടാറുണ്ട്. ഗെയിമിംഗ് റോക്സ് അടക്കം ഇടാറുണ്ട്. ഓരോ എപ്പോഴാണ് ഞാൻ കോമ്പാക്ട് ചെയ്യുന്നത്, അതിനോടാണ് എനിക്ക് അധികം വ്യൂസ് കിട്ടാത്തത്. ഞാനിതൊക്കെ ഇപ്പോഴാണ് പഠിക്കുന്നത് കേസ്, അതിനോടാണ് ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ കോമ്പാക്റ്റ് ഇല്ലാത്ത ഗെയിം എടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ അധികം ആരും കാണാത്ത ഗെയിം എടുക്കാൻ നോക്കുക. ഡിഫറെൻറ്റ് കണ്ടൻറ്റ്സ് എടുക്കാൻ നോക്കുക. ഷോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യൂസ് കണ്ടെത്താം. പക്ഷേ അതേപോലെ അല്ല വീഡിയോ, അത് നിങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയിൽ നമ്മൾ കുറേ എഡിറ്റിങ്ങും പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നൊരു സാധനം വീഡിയോയിൽ മെയിനാണ്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ പോയിട്ട് നിങ്ങൾ നോക്കുക, കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റ് ആണെങ്കിൽ പോലും അതിൽ വീഡിയോ ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങളങ്ങ് സ്കിപ്പ് അടിച്ച് കളയും. കാരണം അത് കാണാൻ ഒരു വൈബ് ഉണ്ടാകത്തില്ല. ആ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ക്വാളിറ്റി വേണം. ക്വാണ്ടിറ്റിയേക്കാളും ക്വാളിറ്റിയാണ് നമുക്ക് ഇവിടെ വേണ്ടതെന്ന് അറിയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എഡിറ്റിംഗ് മാക്സ് ലെവലാക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങളൊരു ടെൻഷനായിട്ടുള്ള ഒരു പാനിക്കായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ്, അതിന് പറ്റിയൊരു പാട്ട് ഇട്ട് കൊടുക്കുക, സോങ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വേറെ ഈ പേടിപ്പെടുത്തുന്ന സംഭവമൊക്കെ ഉണ്ടാവില്ല, അന്നേരമൊക്കെ വരുമ്പോൾ നമുക്ക് വേറൊരു സൗണ്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്ത് എടുക്കുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഒരു ഇതായിട്ട് അങ്ങനെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റും അത്ര തന്നെ. പിന്നെ ഈ ബോറായി തോന്നുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ സ്പീഡാക്കി കളയുക. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ എന്നെ കാണുക, 2 പ്രാവശ്യം കണ്ടു നോക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം കണ്ടാലും മതി. 1 പ്രാവശ്യം കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതാണോ ബോറായിട്ട് തോന്നുന്നത് ആ ഭാഗം കട്ട് ചെയ്യുകയും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞായിട്ട് സ്പീഡ് ചെയ്യുക. പിന്നെ സോങ് ഇട്ട് കൊടുക്കുക, ഏത് സോങ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് ഇട്ട് കൊടുക്കുക. എന്ന് വിചാരിച്ച് KGF സോങ്ങും പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ഉള്ള മലയാള സോങ്ങൊന്നുമല്ല, ഒരു ഫണ്ണി സോങ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ പോയിട്ട് ഫണ്ണി സോങ്സ് അടിച്ചാൽ കുറേ കിട്ടും. അല്ലെങ്കിൽ ഗെയിം ഏതാണോ അതിൻ്റെ പേരും വെച്ചിട്ട് പാട്ടടിച്ച് നോക്കുക, എന്നാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഗെയിമിംഗ് ചാനലാണ്. ഗെയിമിംഗ് ചാനലിൽ തന്നെ ഞാൻ ടെക്ക് എന്ന് പറയുമ്പോൾ യൂട്യൂബിനെ പറ്റി പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇടാറുണ്ട് ചില സമയത്ത് കണ്ടൻറ്റ് ജാമൊക്കെ ആയിട്ട് വരുമ്പോൾ. പിന്നെ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ CapCut തന്നെയാണ് ഞാൻ പറയുക. CapCutലാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ വാട്ടർമാർക്ക് ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്ക് VPN വേണം. എനിക്ക് VPN എന്തോ കിട്ടുന്നില്ല, അതിനോടാണ് എൻ്റെ വീഡിയോയിൽ വാട്ടർമാർക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് VPN കിട്ടുന്നുണ്ടാവും. VPN എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഏതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങളതെന്തായാലും കാണുക. അതിനെ പറ്റിയിട്ട് അതിലും വേറെയും കുറച്ച് കാര്യങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങളെന്തായാലും കാണുക. ഞാൻ ഇടുന്നതായിരിക്കും, ഇപ്പം ഉണ്ടാവില്ല, ഇപ്പം അപ്ലോഡ് ആയിട്ടുണ്ടാവില്ല, ഇനി ഇടാൻ പോകുന്ന കണ്ടൻറ്റാണത്. പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാട്ടിന് നമ്മളെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഫണ്ണായിട്ടുള്ള പാട്ടിടുകയാണെങ്കിൽ നിങ്ങൾ ആ പാട്ടിലങ്ങ് ഇതായി പോകും, എന്ന് വെച്ചാൽ അങ്ങ് കണ്ടു കുത്തിരിഞ്ഞു പോകും അങ്ങനെ. പക്ഷേ ആ വീഡിയോ ക്ലിക്ക് ചെയ്യണം, നിങ്ങൾ ആ വീഡിയോ തുടരണം. എന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കാണാനുള്ള ഒരു ഇത് വരണം. പല യൂട്യൂബേഴ്സിൻ്റെ ഇതെടുത്ത് നോക്കിയാലും കാണാം. നിങ്ങൾക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്തൊന്ന് കണ്ടു നോക്കിയാലോ എന്നുള്ള ഒരു ഇത് വരും. അത് എൻ്റെ ഇതിന് വരുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇത്രയും നാളും വരുന്നില്ല. പിന്നെ തമ്മയിലും ക്വാളിറ്റി ഇല്ലെങ്കിലും നിങ്ങളുടെ കാര്യം പോക്കാണ്, നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ ഗെയിമിംഗ് ചാനലാണ്, നല്ല കോമ്പാക്റ്റ് കിട്ടും. വ്ളോഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കോമ്പാക്റ്റ് എന്ന് പറയാനായിട്ട് ഒരു സാധനം ഉണ്ടാവില്ല വ്ളോഗ് എന്ന് പറയുമ്പോൾ. വ്ളോഗ് ടെക്ക് വരെയുള്ള ലേശം ഉണ്ടാവും. ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് നല്ലോണമുള്ള ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും വരിക നിങ്ങൾക്ക്. പക്ഷേ പകുതി എല്ലാ ഗെയിമും വലിയ യൂട്യൂബേഴ്സൊക്കെ കളിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ചാനലും പിന്നെ സുധീൻ്റെ ചാനലും എടുത്ത് നോക്കുക. ഞാനിപ്പോൾ എടുക്കുന്ന വേൾഡും അവനിപ്പോൾ കളിക്കുന്ന വേൾഡും സുധിയാണ് കളിക്കുന്ന വേൾഡും ഒരേ ഇതുപോലെയാണ് ഏകദേശം. എന്നിട്ടും എനിക്ക് വ്യൂസ് കുറവാണ്. ഞാൻ സുധിയണ്ണനായിട്ടാണ് കോമ്പാക്ട് ചെയ്യുന്നത്.
എന്നുവെച്ചാൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കോമ്പാക്ട് ചെയ്യുന്നത്. അതിനോണ്ടാണ് എനിക്ക് ഈ കോമ്പാക്ട് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് കിട്ടാത്തത്. ഈ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ടഫ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അന്നേരം നമുക്ക് ആ കോമ്പാക്റ്റ് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് നമ്മളെതില്ലേ സ്ക്രീനിൽ ചില കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിടുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വർത്തമാനം പറയുന്ന കാര്യങ്ങൾ തന്നെ ടൈപ്പ് ചെയ്തിടുക. അതാണ് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ പറ്റുമ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ ക്വാളിറ്റി കൂട്ടുക, എന്നാലും നമുക്ക് എല്ലാം സെറ്റ് ആയിക്കോളും. പിന്നെ തമ്മയിലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ തമ്മയിലിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യണമെന്ന് ലേശം പണിയാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയത്തില്ല. പിന്നെ തമ്മയിൽ കുറേ വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ആപ്പുണ്ട്, പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും. നമുക്ക് വേണ്ട പോലെ കിട്ടുകയില്ല ചിലതൊന്നും. നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിനായിട്ട് കുറേ ആപ്പുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ നോക്കണം എന്തായാലും. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലേ, ഇതൊക്കെ ജസ്റ്റ് ഒരു ഇതാണ്, സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിനോട് നിങ്ങൾക്ക് കണ്ടു കുത്തിക്കാനും തോന്നുന്നുണ്ടാവും അധികവും. പിന്നെ പാട്ടിട്ടെടുക്കുക, മെയിൻ പാട്ടാണ്. അതിലും മെയിനാണ് തമ്മയിൽ എന്ന് പറയുന്നത്. തമ്മയിൽ ക്വാളിറ്റിയും തമ്മയിൽ നിങ്ങൾ പറ്റുമ്പോൾ നിങ്ങൾ മറ്റേ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ അത് നമ്മൾ തമ്മയിൽ കുറേ ആഡ് ചെയ്യരുത്. ഒരു വരി അല്ലേ ഒരൊറ്റ ലെറ്റർ അങ്ങനെ ആഡ് ചെയ്യാൻ പാടുള്ളൂ തമ്മയിൽ എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് കൊള്ളായി മൊത്തം പോവും. എൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ കുറേ ഇങ്ങനെ തമ്മയിൽ ഇങ്ങനെ മൊത്തം വീഡിയോ അങ്ങ് എടുത്താൽ കൊടുക്കും. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് അയൺ ആർമർ കിട്ടി, അതായിരിക്കും ആ വീഡിയോൻ്റെ മെയിൻ ഇത്. പക്ഷേ ഞാനതെന്താക്കും, അതല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റേ കാണിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ തമ്മയിലാക്കി ഇടുമ്പോൾ പകുതി ആൾക്കാരും കാണാൻ ചിലപ്പോഴേ ഇതുണ്ടാവും. പക്ഷേ ഇങ്ങനെ കുറേ കിടക്കും നമ്മളെ ബ്രെയിന് അത് തോന്നും അത് എടുക്കണ്ട, അത് ശരിയാവില്ല അങ്ങനെ തോന്നും. നമ്മൾ കുറച്ച് ടൈറ്റിലൊക്കെ കൊടുക്കുക, തമ്മയിലും അത് തന്നെ കൊടുക്കുക. കുറച്ച് വരിയെ കൊടുക്കാൻ പാടുള്ളൂ. ആ വീഡിയോൻ്റെ ഒരു തുള്ളി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മെയിൻ പാർട്ട് എന്ന് പറയുന്നത് തുള്ളി കാണാൻ പറ്റണം, അത്ര തന്നെ. പിന്നെ നിങ്ങൾക്ക് റീക്യാപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ മുന്നത്തെ എപ്പിസോഡിൽ നടന്ന നിങ്ങൾക്ക് എന്താണോ അത് കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലിങ്കും കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, ലിങ്ക് ഇപ്പോൾ ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റ് പാർട്ട് 2 ഇട്ട്, ഈ പാർട്ട് 1 എപ്പിസോഡ് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുണ്ട് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഇടുക. ലിങ്കിൽ പിന്നെ നിങ്ങൾക്ക് അന്നേരം ആ വ്യൂസ് കൂടാനുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50% ആവുന്നുണ്ടാവും. 50, 60, 70% ആവുന്നുണ്ടാവും. നിങ്ങൾക്ക് ആ പെർസെൻറ്റേജും വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടാൻ പറ്റുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ പറയുന്നത് 3-4 ട്രിക്സാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോഴല്ല എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, വ്യൂസ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ ടൈറ്റിൽ നല്ലോണം ശ്രദ്ധിക്കണം. ടൈറ്റിലാണ് യൂട്യൂബ് നിങ്ങൾ എങ്ങനെയാണ് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ഇടുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ടൈറ്റിൽ ഇപ്പോൾ എന്താ പറയുക, മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് ടൈറ്റിൽ എങ്ങനെ ഹൗ ടു മേക്ക് ചിക്കൻ കറി എന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കേണ്ട ഓരോ വീഡിയോയിലേക്കും പോവുക. അന്നേരം നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഗെയിം പ്ലേ ഒരു കാണുമോ? ഇല്ല. വരുമ്പോൾ എന്ത് ചെയ്യണം, അതന്നെ ഇടുക. എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് പാർട്ട് 1 എപ്പിസോഡ് അത്ര മാത്രം മതി. പിന്നെ ഹാഷ്ടാഗ് വേണം, ഒരൊറ്റ ഹാഷ്ടാഗ് വേണമെന്നില്ല. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ അടിച്ചു നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. കുറേ ആയിരിക്കും അടിച്ചു നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൗ ടു ഇൻക്രീസ് തമ്മയിൽ ക്വാളിറ്റി എന്നിടുക. പിന്നെ അത് വേറെ പലതരത്തിലും അടിച്ചു നോക്കാൻ ചാൻസ് ഉണ്ട്. മലയാളത്തിലും അടിച്ചു നോക്കാം, ഇംഗ്ലീഷിലും എങ്ങനെ വേണമെങ്കിലും അടിച്ചു നോക്കാം. അതൊക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതൊക്കെ നമുക്കിനി നിങ്ങൾക്ക് കാണട്ടോ. ഇനി നമുക്കിപ്പോൾ കണ്ടൻറ്റ് ക്ഷാമമാണ് ഗെയ്സ്. ആക്ച്വലി മൈൻക്രാഫ്റ്റിൽ ഞാനിപ്പോൾ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്, നിങ്ങളെ ഗെയിമിംഗ് ചാനലിൽ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. പിന്നെ നിങ്ങൾ ഇടയ്ക്ക് പറയാം ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടേ നിൽക്കരുത്. അതാണ് ഫസ്റ്റ് ട്രിക്ക്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ട്രിക്ക് അതാണ്. എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മൾ ലേശം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരുടെ ഒരു ഇതാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര തന്നെയല്ല, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ മാറ്റം വരുന്നുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. മാറ്റം വരും, എന്തായാലും മാറ്റം വരേണ്ടതാണ്. പിന്നെ ഈ ഡിസ്ക്രിപ്ഷനിലും കുറേ പണിയൊക്കെ ചെയ്യാനുണ്ട്, അത് ഉടനെ വീഡിയോ വരും. പിന്നെ നിങ്ങൾ ഇപ്പോൾ കണ്ടൻറ്റ് വലിച്ച് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കരുത്. ക്വാണ്ടിറ്റി കൂടുതലുള്ളതിന് ക്വാളിറ്റി കുറവായിരിക്കും. ഈ ക്വാളിറ്റി കൂടുതലുള്ളതിന് ക്വാണ്ടിറ്റി കുറവായിരിക്കും.
ക്വാണ്ടിറ്റി കുറച്ച് മതി നമുക്ക്. എന്നുവെച്ചാൽ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ 12 മിനിറ്റ് ഒന്നും ആക്കി വെക്കരുത്. പറ്റും പോലെ 10 മിനിറ്റിൻ്റെ വീഡിയോ 10 മിനിറ്റ് തന്നെ അവസാനിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളിപ്പോൾ ഈ വലിച്ച് നീട്ടി കൊണ്ടുപോകുമ്പം ഇവർ വിചാരിക്കും എന്ത്, ഈ വീഡിയോ എന്ത് കാണലാണ്, ഇത് മാറ്റിക്കാളാം, ഷോക്കായിട്ട് ബോറടിച്ചങ്ങ് വരും. ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് നടക്കുക. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറിങ് പാർട്ടാണ്, അതൊന്നും നമ്മൾ കാണിക്കാൻ നിൽക്കുന്നില്ല. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം, അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ. പിന്നെ ഇത്ര തന്നെ നമ്മൾ വീഡിയോ പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.